നമ്മൾ പോകുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ വേനൽ മഴ. പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലകളിലും കോഴിക്കോട് മുക്കത്തും കനത്ത മഴ പെയ്യുന്നു. സംസ്ഥാനത്തെ 10 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അഖിൽ ഷാ അൻസാർ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശം നൽകും. അഖിൽ ഷാ, നേരത്തെ 5 ജില്ലകൾ എന്നുള്ളത് ഇപ്പോൾ മാറി കൂടുതൽ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണോ? എനിക്ക് തോന്നുന്നു മഴയില്ലാത്ത 4 ജില്ലകളുടെ പേര് പറയുന്നതായിരിക്കും എളുപ്പമെന്ന്. അനുജ, നേരത്തെ ഈ 5 ജില്ലകളാണ്, അതായത് സംസ്ഥാനത്ത് നിന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ 10 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 10 ജില്ലകളിൽ വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. നമ്മൾ അറിയുന്ന പോലെ കഴിഞ്ഞ ദിവസമൊക്കെ സംസ്ഥാനത്ത് ചെറിയ തോതിൽ വേനൽ മഴ ഉണ്ടായിരുന്നു. ഇന്ന് മുതൽ അടുത്ത 5 ദിവസം ശക്തമായ മഴ പെയ്യാനാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വരും ദിവസങ്ങളിലും കേരളത്തിലെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനുമുള്ള സാധ്യത ഇതോടൊപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളിലോ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയും ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വേനൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. അതാണ് നിലവിൽ ഇപ്പോൾ പത്തനംതിട്ടയിലും കോഴിക്കോട്ടുമൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ. ചില പ്രേക്ഷകർ അറിയിക്കുന്നത് പ്രകാരം ചാലക്കുടിയിലുമൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് എന്നതാണ്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് വിശദാംശങ്ങളുമായി തത്സമയം. അഭിജിത്ത്, കോഴിക്കോട് ഇന്നലെയും നല്ല രീതിയിൽ തന്നെ വേനൽ മഴയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതേപോലെ തന്നെ മുക്കത്തുൾപ്പെടെ വേനൽ മഴയുണ്ട് എന്നുള്ളതാണോ? എന്തെങ്കിലും നാശനഷ്ടത്തിന്റെ വിവരങ്ങളൊക്കെ വരുന്നുണ്ടോ? അനുജ, കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര മേഖലയിലാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. നിലവിൽ അതിന് അല്പം ഒരു ആശ്വാസവും വന്നിട്ടുണ്ട്. ഈ നഗരമേഖലകളിൽ അത്ര മഴയില്ല, പെയ്തില്ല എന്ന അവസ്ഥയിലാണ് കോഴിക്കോടിൻ്റെ നഗരമേഖലകളുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര മേഖലകളിൽ മുക്കം അടക്കമുള്ള, കൂടരഞ്ഞി അടക്കമുള്ള പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. ഇന്നും മുക്കം, നീലേശ്വരം ഭാഗങ്ങളിലാണ് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ പെയ്തത്. ഇടിയോടുകൂടിയ മഴയായിരുന്നു. നിലവിൽ അതിന് അല്പം ഒരു ശമനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ മേഖലകളിൽ ഈ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മേഖലകളാണ്. ഈ കർഷകർ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ് ഈ കിഴക്കൻ മലയോര പ്രദേശങ്ങളൊക്കെ തന്നെ. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കെട്ടിക്കൊണ്ടുവരുന്ന, അത് കുടിവെള്ളത്തിനുൾപ്പെടെ ആ വെള്ളത്തെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേട് ഇവിടെയുള്ള ഈ നാട്ടുകാർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. വേനൽ മഴ എത്താനുള്ള ഒരു കാത്തിരിപ്പ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത്തരത്തിലൊരു വേനൽ മഴ ലഭിക്കാത്തതിൻ്റെ പ്രശ്നം ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി ആശ്വാസകരമായ രീതിയിൽ ഈ കിഴക്കൻ മലയോര മേഖലകളിൽ മഴ ലഭിക്കുന്നുണ്ട്. നാശനഷ്ടങ്ങൾ അനുജ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ചില നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ മഴയിൽ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നുമില്ല. അത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയും കൂടിയാണ്. ഏതായാലും കിഴക്കൻ മലയോര മേഖലയിലെ മഴ തുടരുകയാണ്. മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് കോഴിക്കോടിൻ്റെ നഗരമേഖലയിലുള്ളവർ. അനുജ, കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിലാണ് ഇപ്പോൾ ശക്തമായ മഴ. മുക്കത്തുൾപ്പെടെ മഴയുണ്ട് എന്നുള്ളതാണ്. നഗരമേഖലയിൽ മഴ ഇതുവരെ പെയ്തിട്ടില്ല എന്ന വിവരം കൂടി അഭിജിത്ത് മുഴക്കുന്ന് നൽകുന്നു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.